യോനാൻ എഴുതിയ 3-ാം ലേഖനം അതിൻ്റെ 1-ാമത്തെ വാക്യത്തിൽ 1-ാം അധ്യായം അതിൻ്റെ 4-ാം വാക്യത്തിൽ കർത്താവ് പറഞ്ഞു, എൻ്റെ മക്കൾ സത്യത്തിൽ നടക്കുന്നു എന്ന് കേൾക്കുന്നതിനേക്കാൾ വലിയ സന്തോഷം എനിക്കില്ല. കർത്താവിൻ്റെ ആഗ്രഹം നിങ്ങൾക്ക് മനസ്സിലായല്ലോ. കർത്താവിൻ്റെ മക്കൾ സത്യത്തിൽ നടക്കുന്നു എന്ന് കേൾക്കുന്നതിനേക്കാൾ വലിയ സന്തോഷം ദൈവത്തിനില്ലെന്ന. ഈ ക്രിസ്ത്യാനികൾ ദൈവത്തിൻ്റെ വചനത്തെ കുറ്റം പറയുകയും ദൈവത്തിൻ്റെ അപ്പോസ്തലന്മാരെയും അഭിഷിക്തരെയും കളിയാക്കുകയും പരിഹസിക്കുകയും ചെയ്യുന്നത് കർത്താവിൻ്റെ ആഗ്രഹമാണോ? മറ്റുള്ളവരെന്ത് പറഞ്ഞാലും നമുക്കതൊരു വിഷയമല്ല. കാരണം അവർ ദൈവത്തെ തള്ളിക്കളഞ്ഞ് ജീവിക്കുന്നവരാണ്. അവർക്ക് കർത്താവ് യേശു എന്താണെന്നോ, യേശുവിൻ്റെ സ്നേഹം എന്താണെന്നോ, മനസ്സലിവ് എന്താണെന്നോ, യേശുവിൻ്റെ ദയ എന്താണെന്നോ, കർത്താവിൻ്റെ ദീർഘക്ഷമ എന്താണെന്നോ അവർക്കറിയില്ല. അവരത് അനുഭവിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ വീഡിയോസ് ചെയ്യുന്നത്. പക്ഷെ അതിൻ്റെ ഇടയിൽ ഈ ക്രിസ്ത്യാനികൾ വന്നിരുന്ന് ഇങ്ങനെ ദൈവത്തിൻ്റെ വചനത്തെ തുച്ഛീകരിക്കുക, അതായത് കളിയാക്കുക, പരിഹസിക്കുക, അത് കൂട്ടുകാരന് നേരെ കരള് പറയാതെ എന്ന് വെച്ചാൽ കൂട്ടുകാരന് നേരെ കള്ളത്തരം പറയാതെയും കൂട്ടുകാരന് ദോഷം വരുത്താതെയും ഇരിക്കുന്നവൻ എന്നാണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ തന്നെയാണ് ബൈബിളിൽ പറഞ്ഞത്. അതിന് കൂട്ടുകാരന് കുരള. ഇതൊക്കെ ശരിക്കും എന്താണെന്നറിയോ, ദൈവം തമ്പുരാൻ അടിക്കാൻ വഴിയെടുത്താൽ ഓടി ഒളിക്കാൻ സ്ഥലം ഉണ്ടാവില്ല എന്ന് ഓർത്ത് വേണം ജീവിക്കാൻ. ഇത് വേറൊരു മനുഷ്യനും ക്രിസ്ത്യാനിക്ക് പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല. ഇത് ബൈബിളിൽ തന്നെ എഴുതി വെച്ചിട്ടുള്ള കാര്യമാണ്. ആമേൻ. ദൈവത്തിൻ്റെ അഭിഷിക്തരെ ദൈവത്തിൻ്റെ വചനത്തെ തുച്ഛീകരിക്കുകയും ദൈവത്തിൻ്റെ അഭിഷിക്തരെ കളിയാക്കുകയും പരിഹസിക്കുകയും ചെയ്യുന്നത് നിങ്ങൾ കർത്താവിനെ കളിയാക്കുകയും പരിഹസിക്കുകയും ചെയ്യും പോലെയാണ്. ആമേൻ. ദൈവത്തിൻ്റെ വചനം പ്രസംഗിക്കുമ്പോൾ ആ വചനത്തെ നിങ്ങൾ കളിയാക്കുന്നത് കർത്താവിൻ്റെ നിയമങ്ങളെ, വചനത്തെ നിങ്ങൾ പരിഹസിക്കുകയാണ്. ദൈവത്തിൻ്റെ അഭിഷിക്തരെ ദൈവത്തിൻ്റെ അപ്പോസ്തലന്മാരെ കളിയാക്കുന്നത് നിങ്ങൾ കർത്താവിനെ കളിയാക്കാൻ പരിഹസിക്കുകയും ചെയ്യുന്നതാണ്. ഒരു ക്രിസ്ത്യാനിയായി ഇരുന്നു കൊണ്ട് ഇത്തരം പ്രവൃത്തികൾ ചെയ്യുന്നതിൻ്റെ കാരണം എന്താണെന്നറിയോ? അഹങ്കാരം. ഉള്ളിൽ നിഗളം കയറുമ്പോൾ പിശാച് അവിടെ പ്രവർത്തിക്കും. കാരണം കർത്താവ് പറയുന്നു, അഹങ്കാരികൾ, അതായത് നിഗളികൾ താളടിയായി പോകും എന്നാ കർത്താവ് പറഞ്ഞിരിക്കുന്നത്. അതായത് അഹങ്കാരികൾ നശിച്ചു പോകും. അവരൊരിക്കലും മേലോട്ട് പോകത്തില്ല, അവർ എപ്പോഴും കീഴോട്ടേ പോകത്തുള്ളൂ. മനസ്സിലായോ? എന്തെങ്കിലും ഒരു കൃപാവരം കിട്ടിക്കഴിയുമ്പോൾ ചില ആളുകൾക്ക് ഭയങ്കരമായിട്ട് അഹങ്കാരം കൂടും, ഭയങ്കര പൊങ്ങച്ചം വർദ്ധിക്കും. അതിനകത്ത് ഈ ഒരു സ്ത്രീ വന്നിരുന്നുകൊണ്ട് വചനം കേട്ടിട്ട് പറയുന്നു, ഇതൊക്കെ എല്ലാ വിശ്വാസികൾക്കും അറിയാവുന്ന കാര്യമാണ്. ഈ ശാലോം എന്ന് പേരിട്ടിരുന്ന സ്ത്രീ അറിയാമായിരുന്നിട്ടാണോ പെണ്ണുപിള്ള നിങ്ങൾ ഈ ദൈവത്തിൻ്റെ വചനത്തെ തുച്ഛീകരിക്കുകയും ദൈവത്തിൻ്റെ അപ്പോസ്തലന്മാരെയും അഭിഷിക്തരെയും കളിയാക്കുകയും ചെയ്യുന്നത്? നിങ്ങളുടെ ഉള്ളിലിരിക്കുന്നത് പിശാചാണ്. പിശാചിന്റെ പ്രവൃത്തിയാണ് നിങ്ങൾ ചെയ്യുന്നത്. മനസ്സിലായോ? ഒരു പിശാച് നിങ്ങളിൽ കൂടി പ്രവർത്തിക്കുന്നതിന്റെ കാര്യം എന്താണെന്നറിയോ? നിഗളഭാവം നിങ്ങളുടെ ഉള്ളിൽ കയറിയത് കൊണ്ടാണ് പിശാച് നിങ്ങളിൽ കൂടി പ്രവർത്തിക്കുന്നതിന്റെ കാരണം. എന്തുകൊണ്ടാണ് നിങ്ങളുടെ ഉള്ളിൽ നിഗളം കയറിപ്പോയത്? കർത്താവിൽ നിന്ന് ഒരു കൃപാവരം നിങ്ങൾക്ക് കൃപാവരമെങ്കിലും നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടാവാം. ആ ലഭിച്ചതിന്റെ പേരിലാണ് നിങ്ങൾ ഈ നിഗളം കാണിക്കുന്നത്. എന്നാൽ നിങ്ങൾ ഓർത്തോണം, അത് കൊടുത്ത ദൈവത്തിന് അത് തിരിച്ചെടുക്കാനും അറിയും. മനസ്സിലായോ? അതിനാൽ അഹങ്കരിക്കരുത്. അഹങ്കരിക്കുന്നവൻ താളടിയായി പോകുന്ന കർത്താവ് ബൈബിളിൽ എഴുതിയിട്ടുണ്ട്. ആമേൻ. അതിനാൽ ലോകത്തിലെ സകല മനുഷ്യരും സത്യത്തിന്റെ വഴിയെ നടക്കുക. മറ്റുള്ളവരെ കളിയാക്കാനും പരിഹസിക്കാനും കുത്തുവാക്ക് പറയാനും പോകരുത്. മറ്റുള്ളവരുടെ സമാധാനം നിങ്ങൾ തല്ലിക്കെടുത്തിയാൽ നിങ്ങളുടെ സമാധാനം, നിങ്ങളുടെ കുടുംബത്തിന്റെ, നിങ്ങളുടെ തലമുറകളുടെ സമാധാനം ദൈവം തമ്പുരാൻ തല്ലിക്കെടുത്തു. ആമേൻ. കർത്താവ് പിശാചിന് അനുവാദം കൊടുക്കും നിങ്ങളെ മാന്താൻ. അല്ലെങ്കിലേ പിശാച്, അതിന് ഏറ്റവും വലിയ ഉദാഹരണം ഇയ്യോബിന്റെ പുസ്തകം. ഇയ്യോബിന്റെയും അവന്റെ തലമുറകളെയും അവനുള്ള സകലത്തിനെയും ദൈവം കാത്തുപരിപാലിച്ചു. പിശാച് എന്നും ചെന്ന് കർത്താവിനോട് പറയും, നീ അവനെ തള്ളിക്കളയി, നീ അവന് കൊടുത്തിരിക്കുന്ന സംരക്ഷണം, പ്രൊട്ടക്ഷൻ നീ ഇല്ലാതാക്ക്, അവന് കൊടുത്തിരിക്കുന്ന സ്നേഹത്തെ നീ പിൻവലിക്കുക, അവൻ നിന്നെ തള്ളിക്കളയുമെന്ന് പിശാച് കർത്താവിനോട് ചെന്ന് പറഞ്ഞു. അപ്പൊ ദൈവം തമ്പുരാൻ എന്ത് പറഞ്ഞു?
ഒരിക്കലും അങ്ങനെ സംഭവിക്കത്തില്ല എന്ന് പറഞ്ഞു. എന്നാൽ ഒരു ദിവസം ഇയ്യോബിന്റെ ഹൃദയത്തിൽ നിഗളം കയറിയപ്പോൾ പിശാചിനെ പരീക്ഷിക്കാൻ കർത്താവ് ഇയ്യോബിനെ വിട്ടുകൊടുത്തു. അപ്പം പിശാച് എന്ത് ചെയ്തു? കർത്താവ് പറഞ്ഞു, അവന്റെ ആയുസ്സിനെ നീ തൊടരുത്, ബാക്കിയെല്ലാം ഞാൻ നിനക്ക് തന്നിരിക്കുന്നുവെന്ന്. പിശാച് അവന്റെ സകലത്തിനെ നശിപ്പിച്ചു. പക്ഷെ പിശാചിന്റെ ആഗ്രഹം സാധിച്ചില്ല. എന്താ? അവൻ ദൈവത്തെ തള്ളിക്കളഞ്ഞ് ത്യജിച്ച് ജീവിക്കണമെന്നൊരാഗ്രഹം പിശാചിനുണ്ടായിരുന്നു. അത് നടന്നില്ല. എന്നാൽ ഇയ്യോബിന്റെ നിഗളഭാഗം സകലതും നശിപ്പിച്ചു. എന്നാൽ പിന്നത്തേതിൽ അവൻ ദൈവത്തെ തള്ളിക്കളയാത്തത് കൊണ്ട് പിന്നത്തേതിൽ അവൻ മനസ്താപം കാണിച്ചതുകൊണ്ടും, അതായത് ദൈവത്തോട് ക്ഷമ പറഞ്ഞതുകൊണ്ടും അവന് നഷ്ടപ്പെട്ടതെല്ലാം അവന് തിരിച്ചു കിട്ടി എന്ന് തമ്പുരാൻ പറയുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ക്രിസ്ത്യാനികൾ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്. മനസ്സിലായോ? നിങ്ങൾ ദൈവത്തിന്റെ വചനത്തെ തുച്ഛീകരിക്കുകയും ദൈവത്തിന്റെ അപ്പോസ്തലന്മാരെ അഭിഷിക്തരെയും കളിയാക്കുകയും ചെയ്യുമ്പോൾ കർത്താവ് എന്ത് ചെയ്യുന്നറിയോ? നിങ്ങൾക്ക് തന്ന സകലത്തിനെയും തിരിച്ചെടുക്കും. നിങ്ങളെ തന്റെ വേലയിൽ നിന്ന് അവൻ മാറ്റും. പകരം പിശാച് നിങ്ങളെ ആക്രമിക്കും. ആമേൻ. അതിനാൽ ശാലോ എന്ന പേരും വെച്ച് മറ്റുള്ളവരെ ക്രിസ്ത്യാനികളെ ദ്രോഹിക്കാതെ മര്യാദയ്ക്ക് ജീവിക്കാം. ആമേൻ. ഈ കുറ്റം പറയുന്ന എല്ലാ ക്രിസ്ത്യാനികൾക്കും ഉള്ള മറുപടിയായത്. ആമേൻ.